ഹായ്, നമസ്കാരം. ഇതെന്താ മനസ്സിലായോ? ഈത്തപ്പഴം തന്നെയാണ്, പക്ഷേ പാകമായിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ല ബ്രൗൺ കളറിൽ, ബ്രൗൺ മെറൂൺ മിക്സ് ആയിട്ടുള്ള കളറിലാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടി പാകമായതിനു ശേഷം നല്ല പാകമായ സാധനം എടുത്തിട്ട് നല്ലോണം ഉണക്കി, മെഷീനിൽ ഉണക്കി, കഴുകി, വീണ്ടും പൊടി തട്ടാണ്ട് ഉണക്കിയിട്ട് പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നമുക്കൊന്ന് കുറച്ച് കഴുകി ഉണക്കി പാക്കാക്കി നോക്കിയാലോ? പക്കമാണ്. ഈ ഒരു പാകമായതിനു ശേഷമാണ് നമ്മൾ ഉണക്കാനെടുത്തിട്ടുള്ളത്. ഈ ഏകദേശം ഒരു 10-12 കിലോ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു 7 ദിവസം നല്ല വെയിലിൽ വെച്ച് ഉണക്കാം. 7 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു കളറാണിത്. ഏകദേശം 7 ദിവസം ആകുമ്പോൾ നമ്മൾ ഈ ഒരു കളറിലേക്ക് വരും. അതിനുശേഷം നമ്മൾ അത് വാഷ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു 3-4 പ്രാവശ്യം നമ്മളത് വാഷ് ചെയ്യും. അപ്പം മറ്റേത് മെഷീനിലാകുമ്പോൾ അത് ഈ തൊലികളും കാര്യങ്ങളൊന്നും ഇളകി പോകില്ല. ഇത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കഴുകുകയാണല്ലോ. അപ്പോൾ നമ്മളൊരു 3-4 പ്രാവശ്യം കഴുകുന്നുണ്ട്. അതപ്പോൾ നമുക്ക് കുറച്ചിരി അതിൻ്റെ തൊലിയെല്ലാം ഇളകി പോയിട്ടുണ്ട്. എന്നാലും നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടുക. അത് ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ വീണ്ടും വെയിലിൽ വെച്ച് ഉണക്കണം. പക്ഷേ പൊടി തട്ടാണ്ട് ഉണക്കണം. ഇതിപ്പോൾ കഴുകിയതിന് ശേഷമുള്ളതാണ്. അതിനുശേഷം നമ്മളൊരു വൈറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ പൊടി തട്ടാത്ത രീതിയിൽ നമ്മൾ അത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 3-4 ദിവസം ഉണക്കും. അതായത് അതിൻ്റെ ഒരു വെള്ളം ഡ്രൈ ആകുന്ന വരെ. അപ്പോൾ നമ്മളൊരു 4 ദിവസം ഉണക്കിയതിന് വീണ്ടും മൂടി വെച്ച് ഉണക്കിയതിന് ശേഷമുള്ളൊരു കളറാണിത്. പക്ഷെ നമുക്ക് നാട്ടിൽ പാക്കിൽ വരുമ്പോൾ കിട്ടുന്ന അതേ ഒരു കളറ് ആയിട്ടുണ്ട് അല്ലേ. പിന്നെ നമുക്കിത് പാക്ക് ചെയ്യാം. അതേ കളർ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് പാക്ക് ചെയ്യാണ്. പാക്ക് ചെയ്തിട്ട് നല്ല പ്ലാസ്റ്റിക് കവറിലിട്ടതിന് ശേഷം അതതിൽ കാറ്റ് കയറാത്ത രീതിയിൽ പ്രസ് ചെയ്തിട്ട് അടയ്ക്കണം. അടച്ചിട്ടാണ് നമ്മളത് വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു വർഷമെല്ലാം ഉപയോഗിക്കാം. ഒരു വർഷമൊക്കെ നമുക്ക് വയ്ക്കുക. നമ്മൾ നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ അത് തണുത്ത, അതായത് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, അത്യാവശ്യം ഒരു തണുത്ത ക്ലൈമറ്റിൽ റൂമിൻ്റെ ഉള്ളിൽ AC ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാൽ മതി. കേടാവുന്നില്ല. നമുക്കൊരു വർഷം വരെ ഉപയോഗിക്കാം അത്. അപ്പം നമ്മളിത് പാക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 2-2.5-3 കിലോ വരും ഒരു പാക്കറ്റ്. അപ്പം നമ്മൾ എത്രയുണ്ട് തൂക്കി നോക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളത് മുകളിൽ നിന്ന് അങ്ങോട്ട് മടക്കിയിട്ട് പിൻ ചെയ്യാനുള്ളൊരു സ്പേസ് വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തം പാക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടിയ 4 പാക്കറ്റാണ്. ഏകദേശം ഒരു 10-12 കിലോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം കേട്ടോ, ഫ്രീയാണ്, പൈസ ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.